നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. പിണറായിസത്തെ എതിർക്കുന്ന ഒരാൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു അല്ലേ? അതുണ്ടാക്കുന്ന ചലനം എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ? അനിൽ ചോദിച്ചതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഏറ്റവും ചുരുങ്ങിയത് 2-3 വർഷക്കാലമായി ഈ പിണറായി വിജയനെ നെഞ്ചുവിരിച്ച് നിന്ന് എതിർക്കുന്ന ഒരാളെ കേരളം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പിണറായി വിജയനോട് നെഞ്ചുവിരിച്ച് നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു ആൾ ഇന്ന് CPM-ലില്ല. ഗോവിന്ദനൊക്കെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്ന് ഉരുളുന്ന ആളാണ്. ഗവൺമെൻറ്റിനകത്തും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും ഇപ്പോൾ വല്ല കൃഷ്ണൻകുട്ടി സാറോ വല്ലതും വന്ന് എന്തെങ്കിലും വന്ന് അയാളുമായിട്ട് എന്തെങ്കിലും കൃഷ്ണൻകുട്ടി സാറിന് ഉൾപ്പെടെ പേടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ വൈദ്യുതി മന്ത്രി അയാളുടെ മുഖത്തൊന്ന് ഇരുത്തി നോക്കാൻ പോലും ധൈര്യമുള്ള ഒരാളും പാർട്ടിയിലുമില്ല. അയാൾ ഒരു ഇൻഫാലിബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്രമാദിത്വമുള്ള, ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു ഏകഛത്രാധിപതി. അപ്പോൾ അയാളുടെ മുമ്പിൽ നേർക്കെ നേർ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ഈ കേരള സമൂഹത്തിൽ കുറേ കാലമായിട്ട് രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ, അയാൾക്ക് ഒരുപാട് ന്യൂനതകളുള്ള ആളാണ്, ഒരുപാട് കേസുകളുള്ള ആളാണ്, ഒരുപക്ഷെ നാളെ കൊലക്കേസിൽ വരെ പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്. അയാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആൾ പൊതുമണ്ഡലത്തിൽ ഞാനുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്ന നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് എന്ന് പറയും. അയാൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് മുഖ്യമന്ത്രി ഒരു കത്തുന്ന സൂര്യനായിരുന്നു, കെട്ടുപോയി എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയുക അതിഭയങ്കരമാണ്. അപ്പോൾ അതാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ബ്ലൂ ഐഡ് ബോയ് ആയി അയാളെ മാറ്റിയിരിക്കുന്നത്. അല്ല ഷാജഹാൻ, അതും ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു MLA ആണ് അയാൾ എന്ന് മാത്രമല്ല, അയാൾ കഴിഞ്ഞ 8 വർഷം ആരായിരുന്നു? കഴിഞ്ഞ 8 വർഷക്കാലം പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെ കണ്ടിരുന്ന, പിണറായി വിജയൻ എന്ത് ജനവിരുദ്ധ നിലപാടെടുത്തു കഴിഞ്ഞാലും അതിന് ഏറ്റവും ആദ്യം അനുകൂല പ്രതികരണവുമായി വരുന്ന ഒരാൾ, വിമർശനങ്ങൾ വരുമ്പോൾ പ്രതിരോധം തീർത്ത ഒരാൾ, ആദ്യം പ്രതിരോധം തീർക്കുന്ന അയാളിലൂടെ ആയിരിക്കും. നിയമസഭ കൂടുമ്പോൾ പോലും CR ലിയോണയിൽ സ്വർണം മാന്താൻ പോയിട്ട് പിണറായി വിജയൻ ഒന്നും പറയാതിരുന്ന, ഏറ്റവും കൂടുതൽ ചിറകിനടിയിൽ വെച്ച് കൊണ്ടു നടന്നിരുന്ന ഒരാൾ ഇന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു, പിണറായി വിജയനെ എതിർക്കുന്നു, പിണറായി വിജയൻ്റെ മകളെ എതിർക്കുന്നു, മരുമകനെ എതിർക്കുന്നു, എല്ലാവരെയും ആടാപടലം എതിർക്കുന്നു. അത് ഒന്ന്. 2, അയാൾക്ക് ഈ പൊതുമണ്ഡലത്തിൽ ഈ അംഗീകാരം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അയാളുടെ ഉണ്ടയില്ല വെടിയല്ല. അവിടെയാണ് അയാൾ ഈ PC ജോർജുമായി പലരും താരതമ്യം ചെയ്യുന്നുണ്ട് ഈ എന്നോട്. പക്ഷേ PC ജോർജിനുണ്ടായിട്ടുള്ളൊരു അപകടം വർത്താനം മാത്രമായിരുന്നു. PC ജോർജ് ആദ്യം ഒരു അവസാനം വരെ ഈ വാഗിങ് ദി ടങ് എന്ന് പറഞ്ഞിട്ടൊരു ഉപയോഗമുണ്ട്. ഇയാൾ അതല്ല. ഇയാൾ ഓരോ നിമിഷത്തിലും ഇയാൾ രേഖകൾ, പിന്നെ ഓഡിയോകൾ, തെളിവുകൾ. ഇപ്പോൾ ഇന്നലെ തന്നെ അയാൾ ഒരു സാധാരണ തട്ടാൻ്റെ ഒരു സാധാരണ വീട് കാണിക്കാനായിട്ട് പത്രക്കാരെ കൊണ്ടുപോയി. പോലീസ് പിടിക്കുന്ന സ്വർണം കൊണ്ടുവന്ന് ഉരുക്കുന്ന ഒരുത്തനാണ് ഇയാൾ. അയാളുടെ ആ സാധാരണ തട്ടാൻ്റെ വീട് 4 കോടി രൂപയാണ്. അയാൾക്ക് 50 കോടി രൂപയുടെ ആസ്തി എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, കൊണ്ടോട്ടിൽ. എന്ന് മാത്രമല്ല അയാൾക്ക് ഗൾഫിലും ഈ പറഞ്ഞ പോലെ ആസ്തികളുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ഫോർ ഓൾ ദ ഐസ് ടു സീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ മുമ്പിൽ വെക്കുകയാണ്. അതിൽ ADGP അജിത് കുമാറിനെ കുറിച്ച് പറയുന്നതാണ് 35 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു ബൈ ക്യാഷ്, ഇറ്റ് ഈസ് ടോട്ടലി ഇല്ലീഗൽ. കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം. ഒരാഴ്ച കഴിഞ്ഞ് 60 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, അതും ഇൻ ക്യാഷ്. മനസ്സിലായോ? അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാരിയേഴ്സിനെ അയാൾ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് പോലും വന്ന് അയാളെ എതിർക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യകാരണ സഹിതം, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, അൺഇക്വോക്കൽ എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, അതുപോലെയാണ് അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 1. 2, അയാൾ പറയുന്നത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ്. വളരെ ഇമ്പൾസീവായിട്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ. ഇപ്പോൾ കാരണം അല്ലെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പരിപാടി എന്താ? ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ അവൻ അതിൻ്റെ നേരെ എതിരെ പുറത്ത് പറയും. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഹോൾ മാർക്ക്.
ആ സാഹചര്യത്തിൽ അയാൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും വലിയ കള്ളനാണെന്ന് പറഞ്ഞോ ഞാനത് മറന്നു പോയി കേട്ടോ, പറഞ്ഞു കാണും, മനസ്സിലായി, കാരണം എൻ്റെ ഇതെല്ലാം പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, ഉള്ളിൽ നിന്ന് ഉരുണ്ടുകൂടി വന്ന് പറയുന്നതാണെന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഇടയിലേക്ക് വരും. പത്രക്കാരുമായിട്ട് ബന്ധം, ജെന്യൂനായിട്ടുള്ള റിമാർക്സ് അല്ലേ. ഇപ്പോൾ പത്രക്കാരുമായിട്ടുള്ള അയാളുടെ സമീപനം, ഒരു വശത്ത് പിണറായി വിജയൻ പത്രക്കാരെ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മറുവശത്ത് മഹേഷെ മറ്റത് മറിച്ചത് അവനെ ഇവനെ എന്ന് പറഞ്ഞ് പേര് വിളിച്ചിട്ട് അവരോട് 1 to 1 അവരുമായിട്ട് കൈകാര്യം ചെയ്യുന്നു, മനസ്സിലായി. അപ്പം ഇതെല്ലാം കൂടെ അയാൾക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു ഓറ, അതെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 2006 അച്യുതാനന്ദന് ശേഷം, ഞാൻ കമ്പയർ ചെയ്യല്ല, അതിന് ശേഷം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്രയും കൂടുതൽ കടന്നു കയറിയൊരു മനുഷ്യൻ വേറെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ അനിലെ, അയാൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ എന്താ? ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചു, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്നത് പോലീസിൻ്റെ തെറ്റായിട്ടുള്ള നടപടികളാണ്. പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം, പോലീസിൻ്റെ അഴിമതിവൽക്കരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷങ്ങളെ അയാൾ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ്, അത് രണ്ടാമത്. മൂന്നാമത് അയാൾ അഭിസംബോധന ചെയ്യുന്ന മുഴുവൻ സഖാക്കളെയാണ്, മനസ്സിലായില്ലേ? അയാൾ സംസാരിക്കുന്ന മുഴുവൻ സഖാക്കളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കും. ഈ സഖാക്കളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് എപ്പോഴാണ്? പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, മനസ്സിലായി. 2 പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഈ ഒരു ഫീലുകളാൽ വിജൃംഭിതമായി നിൽക്കുന്ന പാർട്ടി അണികൾക്കാണ് ഓരോ ദിവസവും അയാൾ ഈ സാധനം, ഈ കനൽ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഒരു 10 times, ഒരു 1,00,000 തവണ അത് ആംപ്ലിഫൈ ചെയ്യാൻ പോവാണ് പാർട്ടി സമ്മേളനങ്ങളിൽ, മനസ്സിലായി. അതിനേക്കാളൊക്കെ ഉപരി അയാൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിനും പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലോട്ട് കൊടുക്കുന്നൊരു സാധനം എന്താണ്? എല്ലാ രാഷ്ട്രീയക്കാരനും ഒന്നാണ്. അയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൊക്കെ അയാൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ എത്ര മെറ്റിക്കുലസായിട്ട് അയാൾ പ്രസൻറ്റ് ചെയ്തു. അയാൾ ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് പത്രക്കാരോട് ചോദിക്കുന്നു, കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? പത്രക്കാരോട് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ എന്തോ വർഗീയതയൊക്കെ ഉണ്ട്, 2-3 ഒക്കെ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, മറ്റ് സംസ്ഥാനങ്ങളിലെ സുഹൃത്തുക്കളോട്, ആന്ധ്ര, കർണാടക, അവിടെയുള്ളവർ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്ന്. നമ്മൾ അയാളുടെ ഒരു നേതാക്കന്മാർ, അയാൾ പറയുന്ന നേതാക്കന്മാരും ഒരു ബ്രാഞ്ച് തലത്തിൽ വരെ ഉള്ളവർ. അപ്പോൾ അയാൾ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ, ആ ശരീരഭാഷ, ഈ കാണിക്കുന്ന ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് ആളുടെ മനസ്സിലേക്ക് കയറും. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ദിവസവും രാത്രി വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർ തരും. എന്നിട്ട് അയാൾ പറയുന്നത് ജെഫ്രി തങ്ങളാവട്ടെ, മറ്റേ ഇയാളാവട്ടെ, എന്താണ് അയാളുടെ പേര്, മറ്റേ കാന്തപുരം ആകട്ടെ, അല്ലെങ്കിൽ ബിഷപ്പുമാരാകട്ടെ, അവർക്ക് ആർക്കും ഈ സർക്കാരിനെതിരൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് തീർത്ത് കളയും. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ 3-4 ആഴ്ചക്കാലമായി ഈ വിഷയം ഏറ്റെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അതിന് തൊട്ടിട്ടുണ്ടോ? മുസ്ലിം ലീഗ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ ഇരുന്നോട്ടോ, കേട്ടു, ഞങ്ങൾ കേട്ടു, പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോകും, മിണ്ടിയിട്ടുണ്ടോ? BJP കാരനെ. അപ്പം ഇതെല്ലാം തന്നെ അയാൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇത്തരം വിഷയങ്ങളെ അയാൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തി അങ്ങ് ചിന്തിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു. അതായത് PV അൻവറിനെ ഔട്ട് ആൻഡ് ഔട്ട് എതിർത്തുകൊണ്ട് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അത് അയാൾ ഫേസ്ബുക്കിലിട്ടു. അതിന് ഞാൻ നോക്കുന്ന സമയത്ത് 4000 ലൈക്കാണ്. ആരാണ് പിണറായി വിജയൻ? ഏകഛത്രാധിപതി, പാർട്ടിയും ഗവൺമെൻറ്റും അയാളുടെ കീഴിൽ, 5 ലക്ഷം പാർട്ടി അംഗങ്ങൾ, 25 ലക്ഷം CITUവിലെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പാരാഫർണേലിയയുമുള്ള പിണറായി വിജയൻ അൻവറിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിന് 4000 ലൈക്കെങ്കിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അൻവർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ 52,000 ലൈക്ക്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കീഴിൽ 35,000 പാർട്ടി ബ്രാഞ്ചുകൾ. ആരാണ് അൻവർ? ഇപ്പോൾ സ്വന്തം MLA എടുത്താൽ പോലും 1-ാം സ്ഥാനത്ത് അൻവർ വരില്ല. സ്വന്തം MLA എടുത്താൽ പോലും 1-ാം സ്ഥാനത്ത് ചിലപ്പോൾ KT ജലീലൊക്കെ ആയിരിക്കും വരുന്നത്. ആരുമല്ലാത്ത, ഒന്നുമല്ലാത്ത ഒരു സ്വതന്ത്ര MLAയുടെ പോസ്റ്റിന് 52,000 ലൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംശയമൊന്നും വേണ്ട. PS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് അതെല്ലാം കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഇത് ചെറിയ ചലനമല്ല. ഇപ്പോൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ CPM-കാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ പൊതുമണ്ഡലത്തിൽ ഉൾപ്പെടെ, ഈ കേരളത്തിലെ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ഉൾപ്പെടെ ഇത് അതിഭീകരമായിട്ടുള്ള, അഭൂതപൂർവമായിട്ടുള്ള ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് എവിടെ നാളെ എത്തിച്ചേരും എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ
എന്തായാലും തീപ്പന്തമായ ആളിക്കത്തും. ഷാജഹാൻ, എനിക്കറിയേണ്ടത് പാർട്ടി അണികളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇപ്പോൾ നോക്കൂ, അൻവറിൻ്റെ കൂടെ നടന്നവരാണ് ഇന്നലെ അവിടെ കോലം കത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. മാത്രമല്ല കൈയും വെട്ടും കാലും വെട്ടും എല്ലാം വെട്ടി പുഴയിലേക്ക് എറിയും, ഗോവിന്ദൻ ഒന്ന് ഞൊടുക്കിയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അൻവർ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മറുപടി നൽകി. അയാൾ പറയുന്നത് ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പറയുന്നവർ മുഴുവൻ ഉള്ളാലെ എൻ്റെ കൂടെയാണ് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇതുപോലെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ എവിടെയാണ് വോട്ട് ചെയ്യുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ വെട്ടിക്കുന്നതും തല പൂക്കുറ്റിയായി ചിതറും മറ്റും മറിച്ചെന്നൊക്കെ പറഞ്ഞെന്ന് പ്രസംഗിച്ചവന്മാരെല്ലാം ഒന്നുകിൽ കൈപ്പത്തിക്കോ അല്ലെ താമരയ്ക്കോ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ CPM പിന്നെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ PV അൻവറിൻ്റെ കൈയും വെട്ടും കാലും വെട്ടുമെന്ന് പറഞ്ഞവനും നാളെ തെരഞ്ഞെടുപ്പ് വന്നാൽ PV അൻവറിനെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളതിനകത്ത് സംശയം എന്താണ്? CPM-ലെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിനില്ലേ? ഇല്ലാതെ അയാൾ ഈ പണിക്ക് ഇറങ്ങുമോ? അനിലെ ഞാൻ പറയുന്നത് അതൊരു ഫോർഗോൺ കൺക്ലൂഷൻ. അത് അതിനൊരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, അയാൾ അഡ്രസ്സ് ചെയ്യുന്ന മുഴുവൻ ആരുടെ വിഷയങ്ങളാണ്? അയാൾ അഡ്രസ്സ് ചെയ്യുന്ന മുഴുവൻ CPM-ൻ്റെ ഏറ്റവും താഴെത്തട്ടിലെ അണികളുടെ വിഷയങ്ങളാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറ്റുന്നില്ല CPM-ൻ്റെ അണികൾക്ക്. അയാൾ മറ്റേ അരീക്കോട് ജനസദസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ? പിണറായി വിജയൻ വന്നിട്ട് CPM-നെ മുഴുവൻ ന്യായീകരിച്ചു പോയി. ആ ന്യായീകരിച്ച് CPM-കാർക്കെതിരെ പിറ്റേ ദിവസം കേസെടുത്തു. അയാൾ പറയുന്ന ഉദാഹരണങ്ങളുണ്ടല്ലോ, അതിഗംഭീരമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അയാൾ ഒരു ഉദാഹരണം കൊണ്ടുവന്നിട്ട് ടുവേർഡ്സ് ദി എൻഡ് അയാൾ പറയുന്നത് എന്താണെന്നറിയാം? അപ്പം മെഡിക്കൽ കോളേജുകളിലൊക്കെ 3 കോടി 4 കോടി രൂപയുടെ എക്യുപ്മെൻറ്റുകൾ മേടിക്കും ഓരോ ടെസ്റ്റുകളൊക്കെ നടത്താനുള്ളത്. ഈ എക്യുപ്മെൻറ്റുകളെല്ലാം മേടിച്ച് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തും, മന്ത്രിയൊക്കെ വരും. 6 മാസം കഴിയുമ്പോൾ അത് കേടാവും. കേടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവൻ തന്നെ ചെന്നിട്ട് അത് വലിച്ച് പൊട്ടിക്കുമ്പോഴാണ് കേടാകുന്നത്. കേടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ടെസ്റ്റുകളെല്ലാം പ്രൈവറ്റ് ലാബുകളിലേക്ക് എല്ലാം പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും തർക്കം വരും, പ്രതിഷേധം വരും. പാർട്ടിക്കാരൻ അവിടെ ചെന്നിട്ട് ചോദിക്കും, കാരണം സാറിന് പാർട്ടിക്കാരനാണ്, നമ്മളാണല്ലോ ഈ പൾസ് അറിയാമോ, ഇത് എന്ന് ചോദിക്കും. എന്ത് സംഭവിക്കുന്നറിയോ? പോലീസ് അവന്മാർക്ക് ഒരു കേസെടുക്കും. മനസ്സിലായി? പോലീസ് അവന്മാർക്ക് ഒരു കേസെടുത്ത് കഴിഞ്ഞ് അവന്മാർ മുകളിൽ CPM നേതാക്കന്മാർ തീരുമ്പോഴത്തേക്ക് അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? അതൊക്കെ വേറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, പോലീസ് പിന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഈ താഴെത്തട്ടിലെ സാധാരണ പാർട്ടി അണികളുടെ അവർ ദൈനംദിനം നേരിടുന്ന വിഷയങ്ങളാണ് ഇയാൾ ഏറ്റെടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ പാർട്ടി നേതാവിൻ്റെ ചുമതല ഉത്തരവാദിത്തമാണ് അയാൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണ പാർട്ടി അണികൾക്ക് അയാളോട് നിൽക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാധാരണ പാർട്ടി അണികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫീലിങ്സ് എല്ലാം വെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നു. എങ്ങനെയാണ്? പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഒരു വശത്ത്. മറുവശത്ത് CPM-ൻ്റെ എതിർപ്പെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആന മുട്ടയല്ലേ CPM-ൻ്റെ എതിർപ്പെന്ന് പറയുന്നത്. ഒരു വശത്ത് അൻവർ കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ ഉടനെ തിരിച്ചയാൾ നടത്തുന്നത്, ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തിയാൽ തിരിച്ചയാൾ നടത്തുന്നു. മറുഭാഗത്ത് ഗോവിന്ദൻ എന്ന് വന്നിരുന്നിട്ട് എന്തെന്നാ പറയുന്നത്? ഞങ്ങൾ ഇത്രയും വലിയ പാർട്ടി, അത്രയും വലിയ പാർട്ടി, ഞങ്ങളുടെ ഇതൊക്കെ ഇംഗ്ലീഷ് ബുൾഷീറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ അനിലെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ പാർട്ടിയെക്കുറിച്ച് അൻവറിന് അറിയില്ല? ഇതിൽ MP രാഘവനും ഗൗരിയമ്മയൊക്കെ പോയ അസംബന്ധത്തിൻ്റെ അങ്ങേറ്റമല്ലേ? എന്താ കാരണം? MP രാഘവനും ഗൗരിയമ്മയും പോയ സമയത്ത് ഇതിനകത്ത് VS അച്യുതാനന്ദനും EK നായരും EMS കൊണ്ടുവരുന്ന പാർട്ടിയാണ്. ഇന്ന് വെറും കൂറകളാണ് ഇതിനകത്തുള്ളത്. ഈ ഗോവിന്ദനെ പോലെയും ഈ പിണറായി വിജയനെ പോലെയൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ ഇടുക്കച്ചരക്കുകളാണ് ഈ പാർട്ടിക്കകത്തുള്ളത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രതികരണം അൻവറിനെതിരെ നടക്കുമ്പോഴും അൻവർ കൂടുതൽ ശക്തനായി വരികയാണ്. അയാൾ നടത്തുന്ന സമരം ശരിക്ക് വേണ്ടിയാണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. നാളെ ഇതെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. നാളെ ഒരു കൊലക്കേസിൽ പ്രതിയാവുകയോ അയാൾ വല്ല ജയിലിൽ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിലനിൽക്കില്ലെന്നും എനിക്കറിയില്ല. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ആളുകൾ ഒരു മിശിഹ, ഒരു മെസയ്യ, ഒരു മിശിഹായെ കണ്ടിരിക്കുകയാണ് ഇയാളിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇന്നത്തെ ഒരു നിലയിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ പറയേണ്ടി. അല്ല, ഈ KT ജലീൽ, അതുപോലെ കാരാട്ട് റസാക്ക്, PT റഹീം, ഇവരുടെയൊക്കെ പിന്തുണ പരസ്യമായി അൻവറിന് ലഭിക്കുമോ? അല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിനോട് കാരണം ഈ അൻവറിൻ്റെ വാർത്താ സമ്മേളനം നിങ്ങൾ പരിശോധിച്ചോ? അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആ ഒരു RSS ബന്ധമുണ്ടല്ലോ, പിണറായി RSS ബന്ധം, അതെടുത്ത് ഉയർത്തിക്കാട്ടുന്നുണ്ട്.
സ്വാഭാവികമായി ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് CPM ഇടതുപക്ഷം അധികാരത്ത് വരുന്നത്. ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അല്ലേ, ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ അൻവറിൻ്റെ ഇടപെടലിലൂടെ വലിയൊരു വിള്ളലുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാനൊരു കാര്യം പറയാം. ഈ അൻവർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അത് ബുദ്ധിപരമായിട്ടാണോ അല്ലെങ്കിൽ അത് ആകസ്മികമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അയാൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ആളായിട്ടല്ല അയാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഉൾപ്പെടെ ആളായിട്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അയാൾ ഹിന്ദുക്കൾക്ക് ഒരു അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ശബരിമലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ അയാളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന് അനുകൂലമായിട്ടല്ല. എന്ന് മാത്രമല്ല, എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അയാൾ ഈ പറഞ്ഞ സെറ്റുകാരെയൊക്കെ വെച്ചിട്ടാണ് പാർട്ടിയായിട്ട് പോകുന്നത്. അയാൾ പച്ച പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ KT ജലീലിനും ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ പേരെന്തായിരുന്നു, KT ജലീൽ, പിന്നെ ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചരക്കുകളാണ്. ഈ PV അൻവറിനെ ഒന്നും രോമത്തിൻ്റെ വിലയിൽ നിർത്താൻ പറ്റില്ല KT ജലീലിന്. KT ജലീലിനൊന്നും ഒരു വിലയില്ല കേരള രാഷ്ട്രീയത്തിൽ. കാരാട്ട് റസാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കേരളം. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് അയാളോടുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞത്, അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ഈ എടുക്കാച്ചരക്കുകളെയൊക്കെ വെച്ച് പോയാൽ അയാൾ വട്ടപൂജയായി. ഈ എന്താണ് പിന്നെ KT ജലീൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ഞാൻ അതിനപ്പുറം അയാളുടെ കൂടെ ജനങ്ങളുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കങ്ങനെ പറയാൻ പറ്റും. അതിനപ്പുറത്തെ MLA അയാളുടെ കൂടെ BU പ്രതിഭ ആജീവനാന്ത പിന്തുണയാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഇതുപോലുള്ള എടുക്കാച്ചരക്കളൊന്നും വെച്ചിട്ട് പോകരുത്. ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് പിന്നെ അയാൾ തന്നെ ഇപ്പോഴത്തെ നിലയിൽ നിൽക്കുന്ന പോലെ നിന്നാൽ ധാരാളം മതി. പക്ഷേ അയാൾക്കൊരു പിന്നെ വീഴ്ചയുള്ളതെന്ന് പറഞ്ഞാൽ അയാളൊരു കളങ്കിതനാണെന്നുള്ള വസ്തുത നിൽക്കുന്നുണ്ട്. ഇപ്പം അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കാൾ വലിയ ആരോപണങ്ങൾ അയാൾക്കെതിരായിട്ട് ഉയർന്നിട്ടുണ്ട്. പല കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കിടക്കുന്നുണ്ട്. അതിനൊക്കെ അയാൾ പറയുന്ന ന്യായീകരണങ്ങളൊന്നും അത്ര നിലനിൽക്കണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പോൾ അതൊക്കെ പൊങ്ങി വന്ന് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവന്ന് ഒരുപക്ഷെ ഇയാളെ അകത്താക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അല്ല, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ അകത്താക്കുന്നത് കൊണ്ടും ഒരു പക്ഷേ അവിടെ ഒന്നും പ്രശ്നം തീരണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, അയാളിപ്പോൾ ആരോടും ഉന്നയിക്കാൻ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു ആണല്ലോ. ഇന്ന് ഈ നിമിഷം വരെ ഈ പാർട്ടിക്കോ ഈ ഗവൺമെൻറ്റിനോ അയാൾക്കെതിരെ ഒരു കീറക്കടലാസ് പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇയാളുടെ ഈ വിഷയത്തിൽ. ഈ 10-78 വയസ്സുള്ള മനുഷ്യൻ, എനിക്ക് സത്യം പറഞ്ഞാൽ അയാളോട് വലിയ എമ്പതി തോന്നി, പിണറായി വിജയനോട് സഹതാപം തോന്നി. എന്താണെന്നറിയാം, ഈ മനുഷ്യൻ ഒരു സാധാരണ പിന്നെ CPM സ്വതന്ത്ര MLAക്ക് മറുപടി പറയാനായിട്ട് ആ കേരള ഹൗസിൻ്റെ മുന്നിൽ റോസ്റ്റത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ PV എന്നോട് ഇയാൾ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഇയാളുടെ. ഇയാളുടെ കയ്യിൽ പോലീസ് ഇരിക്കുന്നു. ഇയാൾക്കുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അധോലോക ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിഭീകരമായ നെറ്റ്വർക്കുള്ള മനുഷ്യനാണ് പിണറായി. പിന്നെ പാർട്ടി പരസ്യമായി പറയുകയാണ്, എന്താ പറയുന്നത്, പിന്നെ എല്ലാവരും ഇവനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞൊരു ശക്തമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാർട്ടിക്കും സർക്കാരിനും ഒരു മാസമായിട്ടും ഇയാൾക്കെതിരെ ഒരു ചുക്കും ചുണ്ണാമ്പും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ പിടിച്ച് ജയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പാവപ്പെട്ട എന്നെ പോലും ജയിലിൽ പിടിച്ചിട്ട് 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിടേണ്ടി വന്നു. അത്രയ്ക്ക് പബ്ലിക് ഔട്ട്ക്രൈ പുറത്തുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അയാളെ പിടിച്ച് ജയിലിടാനും കൂടെ പോയി കഴിഞ്ഞാൽ ഉള്ളത് കൂടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപകടകരമായിട്ടുള്ള സൂചനയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ പറഞ്ഞല്ലോ, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. പാർട്ടി സമ്മേളനങ്ങളിൽ ഓരോ ദിവസവും അയാൾ സാധാരണ പാർട്ടി അണികൾക്ക് ആയുധം കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ടുണ്ടല്ലോ പാർട്ടി അണികൾ പണിയെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ പറഞ്ഞതുപോലെ നേതൃത്വമൊന്നും എങ്ങോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഹൈക്കോടതിയിൽ പോവുകയാണ് അയാൾ. 188 കേസുകളിൽ അന്വേഷണം വേണമെന്നാണ്. മാത്രമല്ല ഈ ADGP MR അജിത് കുമാർ ഉൾപ്പെട്ട അദ്ദേഹം ആരോപിച്ച ആ 2 കൊലപാതക കേസുകളിൽ അന്വേഷണം വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാളുടെ തിരോധാനമാണ് അല്ലേ? അല്ലേ, അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടെടുത്തോളം മുഖ്യമന്ത്രി ഏതാണ്ട് 188 കേസുകളുടെ കണക്ക് കൊണ്ടുവന്നിരുന്നു. മറ്റവൻ അജിത് കുമാർ എഴുതി കൊടുത്ത വാറോല വായിച്ചിട്ട് 188 കേസുകൾ മലപ്പുറത്ത് പിടിച്ചു. ആ 188 കേസുകളിന്മേൽ റീഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് ഇയാൾ വരുന്നത്. പിണറായി വിജയൻ കൊണ്ടുവന്ന കേസില്ല, ഇയാളൊരു 150 കേസുകൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. പിണറായി വിജയൻ കൊണ്ടുവന്ന കേസുകളിൽ നല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച്
ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയുമെന്നുള്ള ചോദ്യം അയാൾ ചോദിച്ചിട്ട് മറുപടിയില്ല പിന്നെ അനിലെ. അപ്പോൾ ഒരു വശത്ത് കാര്യകാരണ സഹിതം രേഖകളുടെയും തെളിവുകളുടെയും വെച്ച് ഇയാൾ പറയുമ്പോൾ, മറുവശത്ത് പിണറായി വിജയൻ മുതൽ ഗോവിന്ദൻ വരെ ഉള്ളവരുടെ കയ്യിൽ കൈരേഖ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചുക്കും അവരുടെ ഇല്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തുണിയും പറിച്ച് ഓടുന്നതാണ് ഞാനിപ്പോൾ മുന്നിൽ കാണുന്നത്. പരക്കം, പില്ലർ ടു പോസ്റ്റ് അയാൾ പരക്കം പായി. പിന്നെ അയാൾ ഫൈറ്റ് പിന്നെ അയാളുടെ കുന്തമൻ ആർക്കെതിരായിട്ടാണ്? ഒന്ന് പി ശശി. പി ശശിയെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, കണ്ണൂരത്തെ നേതാക്കന്മാരിലെ അണികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പി ശശിയല്ല. ഒരൊറ്റ വിഷയം, അതായത് ഒരു CPM MLA മകൾ, അറിയാമല്ലോ, അവരൊറ്റ വിഷയത്തിൽ. രണ്ട്, അയാൾ കുന്തമന് തിരിക്കുന്ന ആർക്കെതിരായിട്ടാണ്? റിയാസിനെതിരായിട്ടാണ്. റിയാസിനെ കൊണ്ടുവന്നത് കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താ? മലബാർ കംപ്ലീറ്റ് തിരിഞ്ഞു പോയി. റിയാസിനെ കൊണ്ടുവന്ന ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. മലബാറിലെ CPMന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു എളമരം കരീം. എളമരം കരീമിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിയിച്ച് ഔട്ട്പുട്ടിലോട്ട് കളഞ്ഞു. ആരാണ് എളമരം കരീം? CITU 25 ലക്ഷം പാർട്ടി മെമ്പർമാരുള്ള CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എളമരം കരീം. ആ എളമരം കരീമിനെ എടുത്ത് ഔട്ട്പുട്ടെ കളഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറിയിലേക്ക് കൊണ്ടു. അപ്പോൾ റിയാസിന് വേണ്ടി മാത്രം മതിയോ പാർട്ടി എന്നുള്ളതാണ് അയാളുടെ ചോദ്യം. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ശശിക്ക് വേണ്ടി മാത്രം മതിയോ പാർട്ടി? അപ്പോൾ ഇത് സാധാരണ പാർട്ടി അണികളുടെ മാത്രമല്ല, ലീഡേഴ്സിൻ്റെ ഉൾപ്പെടെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യങ്ങൾ അയാൾ ദൈനംദിനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അണിൽ. ഓരോ ദിവസവും ഇപ്പം അയാൾ ഇന്ന് കൊണ്ടുവന്ന സാധനം EG മോഹൻദാസ് എന്ന് പറഞ്ഞവൻ അയാളെ പാർട്ടി വേറൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗം കോളറിന് പിടിച്ചു കുത്തി അടിക്കാൻ പോയി എന്ന് അയാളെന്ന് പറഞ്ഞത്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ RSS നിലപാടാണെങ്കിൽ വീട്ടിൽ വെച്ചാൽ മതി എന്നാരാ പറയുന്നത്? CPMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ CPMന്റെ ജില്ലാ സെക്രട്ടറിയോട് പറയാണ്. എന്താ പറയുന്നത്? RSS ഒക്കെ വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഇത് ഞാൻ പറയും, ഇത് മലപ്പുറത്തെ പാർട്ടി അണികളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ആ നിലയിൽ ഇയാൾ ഓരോ നിമിഷവും ആലോചിച്ചാണോ അല്ലെന്നൊന്നും എനിക്ക് അറിയില്ല, ആരെങ്കിലും അയാളുടെ പുറകിലുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാൾ നടത്തുന്ന ഓരോ സ്റ്റെപ്പും യുവമാരുടെ അടിവേര് തോണ്ടിക്കൊണ്ട്, ഞാൻ പറഞ്ഞു, ഞാനത് പറയുന്നത് ഈ AK-47 വെച്ച് ഇപ്പം AK-47 വെച്ച് അങ്ങനെയായിരുന്നല്ലോ. AK-47 ഇങ്ങനെ എൻ്റെ പോയിന്റ്, AK-47 വെച്ച് ഞാനിപ്പോൾ അനിലിനെ ഒന്ന് വെടിവെച്ചാൽ ഇവിടെ ഒരു സൂചിമുനയുടെ ഒരു തുളയെ കാണുള്ളൂ. പക്ഷേ ഇത് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ വെടിവെച്ചിട്ട് ഞാൻ അനിലിൻ്റെ പുറം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ഇത്രയും പൊളിഞ്ഞിരിക്കും. കാരണം ഇത് ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലത്തെ AK-47 വെടിയാണ് അയാൾ ഉതിർത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പം ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് അടിയോടെ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലിൻ്റെ ഒരു എഫക്റ്റാണ് ഉണ്ടാകുക. അല്ല, ഇങ്ങനെ പ്രതികരിച്ച, ഇത്രയും തീവ്രമായി പ്രതികരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും ചന്ദ്രശേഖരൻ ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രതികരിച്ച ചന്ദ്രശേഖരൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? അല്ല എന്തിനും മടിക്കില്ലല്ലോ. ഇന്നലെ പരസ്യമായിട്ടായിരുന്നല്ലോ കൊലവിളി. അല്ല, അതാണ് പരസ്യമായിട്ടാണ് കൊലവിളി. പക്ഷേ ആരോ ഏതോ ഒരു പത്രക്കാരൻ ചോദിക്കുന്നത് കേട്ടു, പരസ്യമായി കൊലവിളി ഉണ്ടായിരുന്നുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ അൻവർ നടത്തിയുള്ള ആക്രമണത്തിൻ്റെ യഥാർത്ഥ തിരിച്ചടി CPM കൊടുക്കുകയായിരുന്നെങ്കിൽ ഇന്നലെ അയാളുടെ കൈയും കാലും ഓടിക്കേണ്ടതല്ലായിരുന്നു. പക്ഷേ ഇന്നലെ മുദ്രാവാക്യം വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ഒരു പൈസയുടെ സ്വത്തിന് പോലും ഇന്നലെ അവർ പിന്നെ ഇതാക്കിയില്ല. ഇനി ചന്ദ്രശേഖരൻ്റെ കാര്യം പിന്നെ അനിൽ ചോദിച്ചു. ചന്ദ്രശേഖരനെ അന്ന് അവരങ്ങനെ ചെയ്തു. എന്തായിരുന്നു ഇമ്പാക്റ്റ്? 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു. 2 തെരഞ്ഞെടുപ്പിൽ തോറ്റുന്ന മാത്രമല്ല, പുതിയ ഒരു പാർട്ടിക്ക് ഒരു MLA കൂടെ വന്നു. ആ MLA ഇപ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു MLA ആയി മാറി. മനസ്സിലായി? 1. 2, ഇത് തൊലിഞ്ഞ് മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് P. ജയരാജൻ ജയിലിൽ പോവുകയാണ്. ഷുക്കൂർ വധക്കേസിൽ P. ജയരാജനും TV രാജേഷ്, ഞാനത് വീഡിയോ ചെയ്തതാണ്, P. ജയരാജനും TV രാജേഷും ഒരു സംശയവും വേണ്ട ജയിലിലാണ്. മറ്റേ ഇതുണ്ടല്ലോ, വേറൊരു കേസുണ്ടല്ലോ, കതിരൂർ മനോഹർ കേസിലും പ്രശ്നത്തിലാണ്. മനസ്സിലായി? പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരുത്തൻ ജയിലിൽ കിടന്ന് ചത്തിട്ടുണ്ട്, PK കുഞ്ഞനന്തൻ. അവൻ ജയിലിൽ കിടക്കുമ്പോൾ പോലും പാനൂർ ഏരിയ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുകയായിരുന്നു, ജയിലിൽ കിടന്ന് ചത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പണ്ടത്തെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇപ്പം ചെയ്യാൻ ഒന്നും കഴിയില്ല. അത് ചെയ്തവന്മാരുൾപ്പെടെ ഇരട്ട ജീവപര്യന്തത്തിന് ജയിലിൽ കിടക്കുക. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചന്ദ്രശേഖരനല്ല അൻവർ. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമായിരുന്നു. അൻവർ അതല്ല. അയാൾ തന്നെ പറയുന്നത് ഞാനൊരു തല്ലിപ്പൊളിയാണ്, എൻ്റെ മടിയിലും ചിലപ്പോൾ കനമുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഡെയറിങ് ആണ്. മനസ്സിലായി? അപ്പോൾ ഡെയറിങ് ആയിട്ടുള്ള ഒരാളെയാണ് കേരള പൊതുസമൂഹം പിണറായി വിജയനെതിരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അയാളിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.
അതെവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ ഇതിലൊരു സാധ്യത അനന്തമാണ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓരോ ദിവസവും അയാൾ, അതാണ് അയാളുടെ ഒരു പ്രശ്നം, അയാൾ എല്ലാ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പത്രസമ്മേളനം, ഇന്ന് ചിലപ്പോൾ ഇന്ന് പോയിട്ടും പത്രസമ്മേളനം, അയാൾ ഇന്നൊരു ഗൂഗിൾ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും വളരെ മെറ്റിക്കുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അയാൾ? ആരോ ഉണ്ട്, അതെ, ആരോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേരള രാഷ്ട്രീയം പിന്നെ ഈ പോസ്റ്റ് അൻവർ, പ്രീ അൻവർ, പോസ്റ്റ് അൻവർ എന്നുള്ള നിലയിൽ കേരളം രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. ഈ അൻവറിനെ എടുത്ത് നടന്ന സൈബർ സഖാക്കൾ എന്ത് ചെയ്യാനേ? അല്ല അനിലെ, ഞാൻ പറയുന്നത് അൻവറിനെ എടുത്ത് നടന്ന സൈബർ സഖാക്കളെല്ലാം ഇപ്പോഴും അൻവറിൻ്റെ കൂടെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാജഹാൻ, അവിടെയാണ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അപ്പോഴും ഒരു അടിമത്തം, കമ്മി അടിമത്തം അല്ലെ വിധേയത്വം. അൻവർ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് എം വി ഗോവിന്ദൻ്റെ നിസ്സഹായാവസ്ഥ കൂടി, ഈ വിധേയാവസ്ഥ കൂടി അൻവർ ചൂണ്ടിക്കാണിച്ചില്ല. അത് ഗോവിന്ദൻ്റെ അയാൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൈബർ സഖാക്കളല്ല ഇപ്പോഴും ഇയാളോട്, അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് അവിടെ നിന്ന് ഈ 52,000 ലൈക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 52,000 ലൈക്ക് ഇയാളുടെ ഒരു പോസ്റ്റിന്, ആഫ്റ്ററുള്ള ഒരു പോസ്റ്റ് മാത്രമാണ്, അയാളുടെ ഒരു നിലപാട് പറയുന്ന പോസ്റ്റാണ്, മനസ്സിലായോ? എന്ന് മാത്രമല്ല, സൈബർ സഖാക്കൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞ എന്താണ്, പിണറായി വിജയനല്ല പാർട്ടിയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ പോയാലും പാർട്ടി ഉണ്ടാവണമെന്നാണ്. കഴിഞ്ഞ ദിവസം പോരാളി ഷായി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 50% സീറ്റ് പിന്നെ വോട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 6%. 50% വോട്ടുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന CPM നേതാക്കന്മാരാണ് ഇപ്പോഴും CPM നേതാക്കന്മാർ. പക്ഷേ അന്ന് 50%, ഇന്ന് 6% ഉള്ളൂ ബംഗാളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? റീത്ത് വെച്ചിട്ടുണ്ട്. പിണറായി വിജയനെതിരെ അൻവർ അടിച്ച ദിവസം റീത്ത് വെച്ചത്, അതാണ് അയാളുടെ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇളക്കം, ഇത് അതിഭീകരമായി റിവർബറേറ്റ് ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയം ഇയാളുടെ ഇടപെടലോടുകൂടി പാടെ മാറാൻ പോവാണ്. വലിയൊരു അണുവിസ്ഫോടനം അല്ലെങ്കിൽ ഒരു ഭൂകമ്പം അയാൾ ഈ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. വളരെയധികം നന്ദി ഷാജഹാൻ.